മലബാർ ജില്ലകളിലെ +1 സീറ്റുകളുടെ ക്ഷാമവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്നത്തെ അടിയന്തര പ്രമേയ നോട്ടീസ്. അത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് ഷംസുദ്ദീൻ MLA ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. എന്നാൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടി വസ്തുതക്ക് നിരക്കുന്നതല്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി ഷംസുദ്ദീൻ കണക്കുകൾ സഹിതം വിവരിച്ചപ്പോൾ അത് അംഗീകരിക്കാൻ പോലും ഭരണകക്ഷി തയ്യാറായില്ല. ഷംസുദ്ദീനെ സംസാരിക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ ഇടതുപക്ഷം ബഹളം തുടങ്ങിയപ്പോൾ ഷംസുദ്ദീൻ ഒരു നിമിഷം പരിസരം മറന്നു. ഭരണകക്ഷി അംഗങ്ങളെ നോക്കി അവിടുന്ന് അങ്ങനെ കുരക്കരുത് എന്നുള്ള പ്രയോഗം നടത്തിയത് വലിയ ബഹളത്തിന് കാരണമായി. ബഹളം ശക്തമായതോടെ ചാണ്ടി ഉമ്മനടക്കം എഴുന്നേറ്റ് ഷംസുദ്ദീന് കവചമൊരുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് താൻ ഉപയോഗിച്ച കുരക്കുന്നു എന്നുള്ള വാക്ക് ഷംസുദ്ദീൻ പിൻവലിക്കാൻ തയ്യാറായതോടെയാണ് ബഹളം അവസാനിച്ചത്. ശ്രീ എൻ ഷംസുദ്ദീൻ സർ, മലബാർ ജില്ലകളിലെ രൂക്ഷമായ +1 സീറ്റുകളുടെ ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് എൻ്റെ അടിയന്തര പ്രമേയം. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞ മറുപടികൾ വസ്തുതക്ക് നിരക്കുന്നതല്ല സർ. ഇവിടെ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി തരുന്ന ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ബഹുമാനപ്പെട്ട മന്ത്രി കണക്കുകൾ അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള നിയമസഭയിലാണ്. നിയമസഭയിൽ വസ്തുതാവിരുദ്ധമായ കണക്കുകൾ ഔദ്യോഗികമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അവകാശ ലംഘനത്തോളം വരുന്ന കാര്യമാണ് സർ. അങ്ങ് പറഞ്ഞത് കേരളം അങ്ങ് പറഞ്ഞത് കേരളം മുഴുവൻ പറയട്ടെ. അങ്ങ് പറഞ്ഞത് കേരളം മുഴുവനും കണ്ടതാണ്. ഫുൾ A+ കിട്ടി. ഇന്നൊരു രക്ഷിതാവ് വിളിച്ച ഫുൾ A+ കിട്ടി. സ്വന്തം വീടിനടുത്തുള്ള സ്കൂള് അവിടെ പഠിച്ച കുട്ടി പറയട്ടെ. നിങ്ങളെ ഒച്ചുണ്ടാക്കട്ടെ. ആ കുട്ടികൾക്ക് തിരിച്ചടി തന്നെയാണ്. പൊട്ടിപ്പാളിസായില്ലേ. ഇതാണ് ഈ ജാതി അസഹിഷ്ണുതക്ക് കിട്ടുന്നതാണ്. പൊട്ടിപ്പാളീസായി തകർന്ന് തരിപ്പനായി പോയത് ഇതുകൊണ്ടാണ്. ഇവിടെ ജനങ്ങളുടെ പ്രശ്നം പറയാനാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കല. അതെന്ത് ശരിയായ രീതിയാ? അപ്പോ മന്ത്രി പറഞ്ഞ കണക്കുകളൊന്നും ശരിയല്ല സാർ. ഇവിടെ പതിനായിരക്കണക്കിന് കുട്ടികൾ സീറ്റ് കിട്ടാതെ പുറത്തുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താ, അതായത് ഫുൾ A+ ഉള്ള കുട്ടികൾ അവർ പഠിച്ച സ്കൂള്, അവരെ നാട്ടിലുള്ള സ്കൂൾ, ഇതൊക്കെ പറയുമ്പോൾ ബഹളം വെക്കാൻ ഇയാൾക്ക് മനസ്സിലാവണ്ടേ. പഠിച്ച സ്കൂളിനൊരു മാർക്കുണ്ട്, ഒരു ഗ്രേസ് മാർക്കുണ്ട്, പഞ്ചായത്തിന് ഒരു ഗ്രേസ് മാർക്കുണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ടും ആ ഫുൾ A+ കാരികൾക്ക് അല്ലെങ്കിൽ ആ ഫുൾ A+ ഉള്ള കുട്ടികൾക്ക് ഇത്തവണത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയിട്ടില്ല. ഇത് പറയുമ്പോ അവിടുന്ന് ഇങ്ങനെ കുരക്കുന്നതിൽ എന്താ അർത്ഥമല്ല സർ? ഇതൊരു വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്. അസഭ്യമായ അൺപാർലമെന്ററി ആയ ഒരു വാക്കും രേഖയിൽ ഉണ്ടാവില്ല. അൺപാർലമെന്ററി ആയ ഒരു വാക്കും രേഖയിൽ ഉണ്ടാവില്ല. നിങ്ങൾ ഉപയോഗിച്ച വാക്ക് അൺപാർലമെന്ററി ആണ്. അത്തരം വാക്ക് ഉണ്ടാവില്ല. ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു വാക്കും രേഖയിൽ ഉണ്ടാവില്ല. ഞാൻ പറയാം, അങ്ങ് ഉപയോഗിച്ച വാക്ക് ശരിയായില്ല. അങ്ങേപോലെ ഒരു പരിണിതപ്രജ്ഞനായ ഒരു അംഗം ഉപയോഗിക്കേണ്ട വാക്കായിട്ടില്ല. അങ്ങേപോലെ പരിണിതപ്രജ്ഞനായ ഒരു അംഗം ഉപയോഗിക്കേണ്ട വാക്കല്ലത്. അത് പിൻവലിക്കണം പ്ലീസ്. അങ്ങേപോലെ ഒരു പരിണിതപ്രജ്ഞനായ ഒരു അംഗം ഉപയോഗിക്കേണ്ട വാക്കല്ലത്. അത് പിൻവലിക്കണം. ഞാൻ ഉദ്ദേശിച്ചത് അവിടെ നിന്ന് ബഹളം വെക്കുന്നത് പിൻവലിച്ചാൽ മതി. പ്രശ്നം തീർന്നു. കുരക്കുന്നു എന്ന പ്രയോഗം ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിൻവലിച്ചു. അതെ അല്ല ഞാൻ പിൻവലിച്ചു. അദ്ദേഹം പറയട്ടെ. അദ്ദേഹം വാക്ക് പിൻവലിച്ചു. അദ്ദേഹം അവതരിപ്പിക്കട്ടെ. അവതരിപ്പിച്ചോ. ആ പദാവലി അദ്ദേഹം പിൻവലിച്ചു. യെസ്